പെബിൾസ് മലയാളം. ഹായ്, നമസ്കാരം. പെബിൾസിലേക്ക് സ്വാഗതം. പണ്ടുകാലത്ത് നമ്മുടെ പാടത്തും പറമ്പിലും നിറഞ്ഞു നിന്നിരുന്ന നാട്ടുപൂക്കൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാട്ടുപൂക്കളെയാണ് പരിചയപ്പെടുന്നത്. നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നത് ഓണപ്പൂക്കളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന തുമ്പപ്പൂവിനെയാണ്. തൂവെള്ള നിറത്തിലുള്ള കുഞ്ഞു പൂക്കൾ. നമ്മൾക്കെല്ലാവർക്കും പരിചിതമായ ഒരു ചെടിയാണ് തുമ്പച്ചെടി. തുമ്പച്ചെടി ഒരു ഔഷധ സസ്യം കൂടിയാണ്. അരിപ്പൂവ് നമ്മുടെ നാട്ടിൽ എല്ലാ സമയങ്ങളിലും കാണപ്പെടുന്ന ഒരു പൂവാണ് അരിപ്പൂവ്. ഒരു ചെണ്ടിൽ കുറെ കുഞ്ഞു കുഞ്ഞു പൂവുകൾ ചേർന്നതാണ് അരിപ്പൂവ്. ചുവപ്പ്, വയലറ്റ്, മഞ്ഞ, വെള്ള, നീല എന്നിങ്ങനെ വ്യത്യസ്തമായ നിറങ്ങളിൽ നമുക്ക് അരിപ്പൂവുകൾ കാണാം. ചെമ്പരുത്തി നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പൂവാണ് ചെമ്പരുത്തി. വ്യത്യസ്തങ്ങളായ നിറങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ചെമ്പരുത്തി പൂവ് ഒരു ആയുർവേദ ഔഷധം കൂടിയാണ്. കാക്കപ്പൂവ് സാധാരണയായി കൂട്ടമായി വയലറ്റും വെള്ളയും കലർന്ന നിറത്തിൽ കാക്കപ്പൂവ് കാണുന്നത്. കൂട്ടമായി കാണപ്പെടുന്ന കാക്കപ്പൂവ് ഒരു പ്രത്യേക ഭംഗിയാണ്. കനകാംബരം പൂന്തോട്ടങ്ങളിൽ പ്രഥമ സ്ഥാനമുണ്ടായിരുന്ന ഒരു പൂവാണ് കനകാംബരം. ഒരു ചെണ്ടിൽ കൂട്ടമായി കാണുന്ന കനകാംബരപ്പൂവ് ഓറഞ്ച് നിറത്തിൽ കാണപ്പെടുന്നു. ഓടപ്പൂവ് അഥവാ കോളാമ്പിപ്പൂവ് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന പൂവാണ് ഓടപ്പൂവ്. ഇതിന് കോളാമ്പിപ്പൂവ് എന്നും പറയുന്നു. ഇത് വ്യത്യസ്തങ്ങളായ വലുപ്പത്തിൽ കാണാം. തെച്ചിപ്പൂവ് നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴും കാണപ്പെടുന്ന ഒരു പൂവാണ്. നിറയെ പൂക്കുന്ന ഈ പൂവ് വ്യത്യസ്തങ്ങളായ നിറങ്ങളിൽ കാണപ്പെടുന്നു. കൃഷ്ണമുടി അഥവാ കൃഷ്ണകിരീടം. കൃഷ്ണകിരീടത്തിന്റെ രൂപത്തിൽ തട്ടുതട്ടായി കാണപ്പെടുന്ന ഈ പൂവ് വലിയ ഇലയും തട്ടുതട്ടായി കുലകളുമുള്ള പൂവാണ്. ശംഖുപുഷ്പം നീലയും വെള്ളയും ചേർന്ന മനോഹരമായ പൂവ്. വള്ളിച്ചെടിയായി ഉണ്ടാവുന്നു ഇത്. നമ്മുടെ തൊടിയിൽ ഇത് ധാരാളമായി കണ്ടുവരുന്നു. മുക്കുറ്റി വളരെ ചെറിയ ചെടിയിൽ മഞ്ഞ നിറത്തിൽ കാണുന്ന കുഞ്ഞു പൂവാണ് മുക്കുറ്റിപ്പൂവ്. നിലത്ത് പറ്റി വളരുന്ന വളരെ ചെറിയ ചെടിയിലാണ് മുക്കുറ്റിപ്പൂവ് ഉണ്ടാവുന്നത്. ചെമ്പകം നമുക്ക് പരിചിതമായ ഒരു പൂവാണ് ചെമ്പകം. വ്യത്യസ്തങ്ങളായ നിറങ്ങളിൽ ചെമ്പകം കാണപ്പെടുന്നു. രണ്ട് തരത്തിൽ കാണപ്പെടുന്ന ചെമ്പകം ഒരു പൂജാ പുഷ്പം കൂടിയാണ്. മന്ദാരം മുൻകാലങ്ങളിൽ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ കാണപ്പെടുന്ന ഒരു പൂവാണ് മന്ദാരം. തൂവെള്ള നിറത്തിൽ കാണപ്പെടുന്ന വലിയ പൂവാണ് മന്ദാരം.
ആമ്പൽ. നമുക്ക് സുപരിചിതമായ ഒരു പൂവാണ് ആമ്പൽ. നമ്മുടെ വയലിലും കായലിലും കുളങ്ങളിലുമാണ് ആമ്പൽ വളരുന്നത്. ഇന്ന് നമ്മുടെ പൂന്തോട്ടങ്ങളിലും ആമ്പലുകൾ വളർത്തുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ നിറങ്ങളിൽ ആമ്പൽ കാണപ്പെടുന്നു. താമര. കുളങ്ങളിലും കായലുകളിലുമാണ് താമര കാണപ്പെടുന്നത്. ഇപ്പോൾ പൂന്തോട്ടങ്ങളിലും താമര വളർത്തുന്നു. വ്യത്യസ്തങ്ങളായ നിറങ്ങളിൽ കാണപ്പെടുന്ന താമരപ്പൂവ് ഒരു പൂജാ പുഷ്പം കൂടി ആണ്. തൊട്ടാവാടി പൂവ്. നമ്മുടെ തൊടിയിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് തൊട്ടാവാടി. തൊട്ടാൽ വാടുന്ന ഈ ചെടിയുടെ പൂവ് വളരെ മനോഹരമാണ്. പഞ്ഞിക്കെട്ട് പോലെ ചെറിയ പൂവ് പിങ്കും വെള്ളയും കലർന്ന നിറത്തിൽ കാണപ്പെടുന്നു. കുറുന്തോട്ടി. കുറുന്തോട്ടി ഒരു ഔഷധ സസ്യമാണ്. കുറുന്തോട്ടിയുടെ പൂവിന് മഞ്ഞ നിറമാണ്. ഒരു ചെടിയിൽ വളരെ കുറഞ്ഞ പൂവുകളെ ഉണ്ടാവാറുള്ളൂ. വിഷ്ണുക്രാന്തി. വള്ളിപ്പടർപ്പ് പോലെ കാണപ്പെടുന്ന ചെടിയിൽ നീലയും വെള്ളയും ചേർന്ന നിറത്തിൽ ഈ പൂവ് കാണപ്പെടുന്നു. പൂവാങ്കുറുന്തൽ. വളരെ ചെറിയ പൂവാണ് പൂവാങ്കുറുന്തലിൻ്റെത്. വയലറ്റ് നിറത്തിൽ ചെറിയ പൂവ്. പെബിൾസ് മലയാളം.